വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യും. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം തിരുവചനമാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനായിട്ട് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരു സിസ്റ്റർ തൻ്റെ സ്കൂളിലേക്ക് ഒരു ക്ലാസ് എടുക്കാനായി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ സിസ്റ്റർ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, സ്റ്റുഡൻസ് ഒന്നും നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല, ഭയങ്കര ധാർഷ്ട്യപരമായിട്ടുള്ള പെരുമാറ്റമാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, പറഞ്ഞാൽ അനുസരിക്കില്ല, ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാതെ അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കുട്ടികളാണ്. ഏറെ വിഷമം അനുഭവിക്കുന്നുണ്ട്. എന്തുമാത്രം ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? സിസ്റ്റർ തുടർന്നു, എൻ്റെ ജോലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവ ശുശ്രൂഷയായി ഞാൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കൂടെ വന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി പോലും നല്ലതല്ലാതെ ഈ സ്കൂളിൽ നിന്ന് പോകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾക്ക് ആത്മാർത്ഥതയോടെ സ്കൂളിൽ പോകാനും ക്ലാസ്സുകൾ എടുക്കാനും സാധിക്കാത്ത രീതിയിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വളരെ നിന്ദാപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. എനിക്ക് ഏറെ വിഷമം തോന്നി. ജോലി ദൈവ ശുശ്രൂഷയായി കാണുന്ന സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചിട്ടും ഈ കുട്ടികളെ ഒന്ന് ഡിസിപ്ലിനോടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എന്നെ വിളിച്ചതല്ലേ, അപ്പോൾ പോയി കളയാം എന്ന് ഞാനും തീരുമാനിച്ചു. ഈ ഒരു മുൻവിധിയോടെയാണ് ഞാൻ ആ സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്നത്. 10 മണിയായപ്പോൾ തന്നെ എല്ലാവരെയും ഒരു ഓഡിറ്റോറിയത്തിൽ ഇരുത്തി ക്ലാസ് ആരംഭിച്ചു. അല്പസ്വല്പം ശ്രദ്ധ തിരിച്ചുവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുറകുഭാഗത്തു നിന്നുണ്ടായെങ്കിലും എല്ലാ ക്ലാസ്സിലെയും ടീച്ചേഴ്സ് അതാത് ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ആണ് ആ ക്ലാസ് നടന്നതിനാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫുൾ നിശബ്ദതയായി കുട്ടികൾ ക്ലാസ് കേൾക്കാൻ ആരംഭിച്ചു. 1 മണിക്കൂർ ഒരു ആമുഖം ഒക്കെ കൊടുത്തതിന് ശേഷം കാപ്പി കുടിക്കാനായി പ്രിൻസിപ്പലായ സിസ്റ്ററിൻ്റെ റൂമിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയുണ്ടായി. എന്നാൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മിസ്സേ, വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. എങ്ങനെയൊക്കെ പറഞ്ഞാലും അവരുടെ പെരുമാറ്റത്തിൽ ചില കുട്ടികൾക്ക് ഒരു വ്യത്യാസവും കാണുന്നില്ല. ഞാൻ സ്നേഹമായിട്ടും ശാസിച്ചും ഒക്കെ പറഞ്ഞു നോക്കി, യാതൊരു വ്യത്യാസവും കാണുന്നില്ല. ഒരു ഗ്രൂപ്പ് കുട്ടികളാണ് ഇതിൻ്റെ പിന്നിൽ. വിരലെണ്ണാവുന്ന ഏതാനും കുട്ടികളാണ് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പം ഞാൻ വെറുതെ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഇതിൽ 1-2 സാമ്പിളിനെ എനിക്കൊന്ന് വിട്ടു തരുമോ? അവരോടൊന്ന് സംസാരിക്കട്ടെ, അവരുടെ പ്രശ്നം എന്താണെന്നും കൂടെ നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പോഴാണ് ആ സിസ്റ്ററിൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ കൂടെ ഒരു 4 കുട്ടികൾ തോളിൽ കൈയൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. സിസ്റ്റർ അതിൽ ഒരാളെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങേയറ്റത്തെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുന്ന ആളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അവനെ ഞാൻ വിളിച്ച് മിസ്സിൻ്റെ അടുക്കൽ വിടാം.
ഞാൻ പക്ഷെ അവനെ ഇങ്ങോട്ട് വിളിപ്പിച്ചില്ല. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിച്ചെന്നു. അപ്പോൾ അവിടെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ പയ്യനോട് പതിയെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൂടെ ഒന്ന് നടന്നാലോ? ആ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് കൈ അങ്ങ് വിടുവിച്ചിട്ട് എന്നെ നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാ? ഞാൻ പറഞ്ഞു, വെറുതെ നടക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ, നിർബന്ധമില്ല. ആ എന്നാ വാ. സോ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നെങ്കിലും ഞാൻ അവൻ്റെ കൂടെ ഒപ്പം നടക്കാൻ തുടങ്ങി. പേര് ചോദിച്ചു, വീടിനെ പറ്റി ചോദിച്ചു, വീട്ടുകാരെ പറ്റി ചോദിക്കാൻ തുടങ്ങിയപ്പം എന്തിനാ അതൊക്കെ അറിയുന്നേ എന്നുള്ളൊരു ചോദ്യം വന്നു. വീണ്ടും ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ, പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഏകദേശം 20 മിനിറ്റോളം ഞങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ആരംഭിച്ചു. ഈ പയ്യൻ എന്നോട് ചോദിച്ചു, എനിക്ക് മിസ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറയണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ വന്നതാണ്. ആദ്യത്തെ 1 മണിക്കൂർ ക്ലാസ് കേട്ടപ്പോൾ ചെറിയ ഒരു മാറ്റം എന്നിൽ വന്നു തുടങ്ങി, അതുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പയ്യൻ പറയാൻ ആരംഭിച്ചു. ഒരു മലയോര പ്രദേശത്ത് ഒരു കുന്നിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ചെറിയ ഒരു വീട്. അവിടെ അമ്മയും അനുജനും മദ്യപാനിയായ അച്ഛനും ഉള്ള ഒരു വീടാണ്. അച്ഛൻ ഇവൻ ഓർമ്മ വന്ന സമയം മുതൽ അമ്മയെ വല്ലാതെ ഉപദ്രവിക്കും. അമ്മയെ ഉപദ്രവിക്കുന്നതിൽ തടസ്സം പിടിക്കാൻ ചെല്ലുന്ന ഈ പയ്യനെയും ഇവൻ്റെ അനിയനെയും അച്ഛൻ ഒരുപാട് മർദ്ദിക്കാറുണ്ട്. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ തുടർന്നപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഒരു നിലയിലെത്തണം. ഇവിടെ എന്ത് ബഹളം നടന്നാലും നിങ്ങൾ അതിലേക്ക് ഇടപെടാൻ പോരണ്ട. കാലക്രമേണ ഇവർ രണ്ടുപേരും, 2 മുറിയൊന്നും ഇല്ല കേട്ടോ, അവൻ പറഞ്ഞത് വെച്ചിട്ട് ഒരൊറ്റ മുറി വീടാണ്. അതിൻ്റെ ഒരു സൈഡിലിരുന്നാണ് പഠിക്കുന്നത്. ഒരു തിണ്ണയുണ്ട്, അടുക്കളയുണ്ട്. അപ്പോൾ ഈ മുറിയുടെ ഒരു മൂലയ്ക്കിരുന്ന് ഇവനും അനുജനും ഏറെ ഭയത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോയ ഒരു ദിവസമായിരുന്നു. അച്ഛൻ പതിവ് സമയത്ത് വന്ന് കലാപരിപാടികളെല്ലാം ആരംഭിച്ചു. അടുക്കളയിൽ വെച്ചിരുന്ന ചോറ്, കറി എല്ലാം എടുത്ത് വെളിയിലേക്ക് എറിയുകയും അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു. ഏറെ ഭയത്തോടും വിഷമത്തോടും ഈ 2 കുഞ്ഞുങ്ങളും അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കലിപൂണ്ട ആ പിതാവ് ഇവരുടെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താടാ മെഡിസിന് പഠിക്കുവാണോ? നീയൊക്കെ എന്താ ഇപ്പം പ്രതികരിക്കാത്തത്? നേരത്തെയൊക്കെ വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രകോപനപരമായി സംസാരിക്കാൻ ആരംഭിച്ചു. 2 കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് മെഴുകുതിരി വട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ സ്കൂൾ ബാഗും പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും എല്ലാം ഏറെ ക്രൂരനായി അച്ഛൻ വെളിയിലെ മുറ്റത്തോട്ടെടുത്ത് എറിഞ്ഞു. എന്നിട്ട് ഇവർ പ്രതികരിക്കാതായപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന ആ മെഴുകുതിരി എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് പുസ്തകങ്ങൾ മുഴുവൻ തീ കത്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അത് പറയുമ്പോൾ ഈ പയ്യൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് ആർക്കും അറിയില്ല അല്ലേ? പയ്യൻ എന്നോട് ചോദിച്ചു, തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മിസ്സേ, സിസ്റ്ററിന് എന്നോട് ദേഷ്യം എന്താണെന്നറിയാമോ? ഒരു ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. സിസ്റ്റർ എന്നോട് പറഞ്ഞ്, അടുത്ത ദിവസം ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ക്ലാസ്സിൽ വന്നു പോകരുത്. അടുത്ത ദിവസവും ഞാൻ എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരാനാണ്? ഞാൻ കൊണ്ടുവന്നില്ല. ക്ലാസ്സിൻ്റെ പിൻഭാഗത്ത് നിന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അടുത്ത ദിവസം ബുക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ക്ലാസ്സിന് വെളിയിലാക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം ഞാൻ സ്കൂളിന് വെളിയിലാക്കി. അങ്ങനെ 2 ദിവസം വെളിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് ദൈവം തോന്നിയിട്ടുണ്ടാവാം, അകത്ത് വന്നിരുന്നോ, നീ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്കേറെ വിഷമം തോന്നി. ഞാൻ ചോദിച്ചു, ഈ സിസ്റ്ററിനോട് ഇതേപ്പറ്റി ഒന്ന് പറയാമായിരുന്നില്ലേ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ സിസ്റ്റർ തന്നെ വെളിയിൽ ഇറക്കി വിടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നല്ലോ. ആ പയ്യൻ എന്നോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാഡം, അഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. സിസ്റ്ററിനോട് ഞാൻ ഈ വിവരം പറഞ്ഞാൽ സിസ്റ്റർ ഇത് സ്റ്റാഫ് റൂമിൽ പറയുമോ? മാത്രമല്ല, എൻ്റെ ക്ലാസ്സിൽ വെച്ച് ഞാനിത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറ്റിയ സാഹചര്യം വരുമ്പോൾ എന്നെ താഴ്ത്തിക്കെട്ടാൻ തയ്യാറായിരിക്കുന്ന എൻ്റെ തന്നെ ക്ലാസ്മേറ്റ്സ്, അവർക്ക് ഞാനൊരു ആയുധം ഇട്ടുകൊടുക്കുന്നതിന് തുല്യമാവില്ലേ? ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്
ഈ വിദ്യാർത്ഥി ഈ കാര്യം പറയാതിരുന്നത്. എനിക്ക് വീണ്ടും വിഷമം തോന്നി. സിസ്റ്ററും ഈ വിവരമൊന്നും അറിയുന്നില്ല അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇവൻ അനുസരണം ഇല്ലാത്തൊരു വിദ്യാർത്ഥി, ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന വിദ്യാർത്ഥി എന്ന ഒരു പേര് അവന് ലഭിക്കാനിടയായത്. ക്ലാസ്സിൻ്റെ മുമ്പിൽ ധിക്കാരപൂർവമായ പെരുമാറ്റം കാഴ്ചവെക്കുന്ന ഒരു വിദ്യാർത്ഥിയായി അവൻ മാറി. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ കയറിയിരുന്നോ, വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ്. വളരെ നല്ല പയ്യൻ കേട്ടോ. അതിനുശേഷം ശാന്തനായി അകത്തോട്ട് കടന്നു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഈ വിവരം വളരെ ചുരുക്കമായി സിസ്റ്ററിൻ്റെ അടുക്കൽ അവതരിപ്പിച്ചു. സിസ്റ്ററിൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മിസ്സേ, ഇത്ര നാൾ ഇവനെ പഠിപ്പിച്ചിട്ടും എനിക്കിതൊന്നും അറിയാൻ പറ്റാതെ പോയല്ലോ. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ കുറ്റമല്ലല്ലോ, അവനത് പറഞ്ഞില്ല, അവൻ പറയാത്തതിൻ്റെ കാരണം ഇതാണ്. പിന്നെ നിങ്ങൾക്കറിയാം, സിസ്റ്റർ അവനെ സഹായിക്കാൻ തുടങ്ങി. ഭക്ഷണം പോലും കൊണ്ടുവരാതിരുന്ന അവന് ക്ലാസ് ഫണ്ടിൽ നിന്നും പിന്നെ സ്വകാര്യമായി കിട്ടിയ ചില കളക്ഷൻസിൽ നിന്നും പുസ്തകങ്ങൾ വീണ്ടും വാങ്ങിച്ചു കൊടുക്കാനിടയായി. ഇടയ്ക്ക് അവൻ ഫോണിൽ ഞാനുമായി ബന്ധപ്പെടുമായിരുന്നു. നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി. ഇന്ന് ഒരു ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ നിന്ന് PDS പാസ്സായി MDSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവൻ. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായി മാറി എന്ന് പറയുന്നത് ദൈവമഹത്വത്തിനായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഒരാളെ വിധിക്കുമ്പോൾ ആരുടെയും കുറ്റമല്ല. നാം പുറമേ കാണുന്ന അതായിരിക്കില്ല സത്യം. നമുക്കറിയാത്ത എന്തുമാത്രം കാര്യങ്ങൾ നാം നേരിട്ട് കാണുന്ന ഒരാളിൽ, നാം നേരിട്ട് സംസാരിക്കുന്ന ഒരാളിൽ ഉണ്ടെന്ന് നമുക്കാർക്കും മനസ്സിലാവുകയുമില്ല. എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് പലരും കടന്നു വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പ്രസൻറ്റ് ചെയ്യുന്ന പ്രശ്നമായിരിക്കത്തില്ല അവരുടെ ശരിക്കുമുള്ള പ്രശ്നം. ചില കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് വിഷമിച്ച് വരുമ്പോഴാണ് കാതലായിട്ടുള്ള കാര്യം മറ്റ് എവിടെയോ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നാം എത്രയോ പേരുമായിട്ട് ദിവസം ഇടപഴകുന്നു, അടുത്തറിയുന്നു. പക്ഷേ നമുക്കറിയാത്ത ഒരു മുഖം അവർക്കുണ്ടെന്നും എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി നന്മയുള്ളവരാണെന്നും എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും നാം മനസ്സിലാക്കിയാൽ നമുക്ക് അവരോടുള്ള കാഴ്ചപ്പാട് മാറും, പെരുമാറ്റവും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ വചനത്തിലേക്ക് കടക്കാം. നാം ഒരാളെ പുറമേയുള്ള കാര്യങ്ങൾ വെച്ച് വിധിക്കുമ്പോൾ അതായിരിക്കണം സത്യമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ഈ വചനത്തിലൂടെ നമുക്കറിയാം, നമ്മളെയും തെറ്റായി വിധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കതേപ്പറ്റി അറിയില്ല, അതിനാലാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വചനം ഇങ്ങനെ പറയുന്നു: പുറമെ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. പലപ്പോഴും പല വിദ്യാർത്ഥികളെ പറ്റിയും അധ്യാപകരെ പറ്റിയും മാതാപിതാക്കളെ പറ്റിയും ബന്ധുക്കളെ പറ്റിയും നാം ഇടപെടുന്ന പല വ്യക്തികളെ പറ്റിയും പുറമേ കാണുന്ന അനുസരിച്ചാണ് നമ്മളുടെ മനസ്സിൽ അവരെ പറ്റിയുള്ള ഒരു ധാരണ നിറയുന്നത്. അതൊരിക്കലും ശരിയായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഹയർ സ്റ്റഡീസിനായിട്ട് പോയ സമയത്ത് നമുക്ക് ആരെയും പരിചയമില്ലല്ലോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാതെ നമ്മൾ ടെൻഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും അത്ര ഫ്രീ ആയിട്ടൊന്നും സംസാരിക്കാറില്ല. എന്നാൽ 2 വർഷത്തെ പഠനത്തിന് ശേഷം ഏകദേശം പിരിഞ്ഞു പോരാറായ സമയത്ത് കൂടെയുള്ളവർ പറയുകയുണ്ടായി, താങ്കൾ വളരെ സീരിയസ് ആയ ഒരുപാട് ജാടയുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്.
എന്നാൽ ആദ്യത്തെ വർഷത്തിൻ്റെ പകുതി ഭാഗമായപ്പോഴാണ് അങ്ങനെയല്ല, ഞങ്ങളുടെ ധാരണ തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. നാം എപ്പോഴും ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? വചനം പറയുന്നു, നിങ്ങൾ പുറമേ കാണുന്ന അനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. ലേവ്യരുടെ പുസ്തകം 19 അധ്യായം 15 വചനം ഇങ്ങനെ പറയുന്നു, അനീതിയായി വിധിക്കരുത്, ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 57 വചനത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നാം ഓരോരുത്തരോടുമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? അറിവില്ലായ്മ മൂലമാകാം, നമ്മുടെ ധാരണകൾ മൂലമാകാം, എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ കർത്താവ് ചോദിക്കുന്നു. വീണ്ടും ലേവ്യരുടെ പുസ്തകം 19 അധ്യായം 35 വചനം ഇങ്ങനെ പറയുന്നു, വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരാളെ തെറ്റായി വിധിക്കരുത് എന്നാണ് വചനം പറയുന്നത്. നിയമാവർത്തന പുസ്തകം 16 അധ്യായം 19 വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ വിധികൾ നീതി വിരുദ്ധമായിരിക്കരുത്, നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. യൂദത്തിന്റെ പുസ്തകം 9 അധ്യായം 6 വചനം ഇങ്ങനെ പറയുന്നു, അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ്. കർത്താവ് വിധിക്കുന്നത് മുന്നറിവോട് കൂടിയാണ്. ഒരാളുടെ ആയുസിന്റെ തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായും അറിവുള്ളതാണ് ദൈവത്തിന്. അതിനാൽ ദൈവത്തിൻ്റെ വിധികൾ പെർഫെക്റ്റ് ആയിരിക്കും, അത് പരിപൂർണമായിരിക്കുകയും ചെയ്യും. സങ്കീർത്തനം 9 അധ്യായം 8 വചനം ഇങ്ങനെ പറയുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. ചിലപ്പോഴെങ്കിലും വിധികൾ നീതിപൂർവമാണോ എന്ന് നാം ചിന്തിക്കാറില്ലേ? കർത്താവിൻ്റെ വിധികൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്നതാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 15 വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഇനി അഥവാ വിധിച്ചാൽ തന്നെ അത് നീതിപൂർവകമായ വിധിയായിരിക്കും. മാനുഷികമായ വിധികളാണ് നാം എല്ലാവരും പ്രസ്താവിക്കുന്നത്. അത് 100% ശരിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്താനും. സങ്കീർത്തനം 17 അധ്യായം 2 വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, അങ്ങയുടെ കണ്ണ് ന്യായം കാണട്ടെ. സങ്കീർത്തനം 19:9 ഇങ്ങനെ പറയുന്നു, ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർവകമാണ്. സങ്കീർത്തനം 58:1 ഇങ്ങനെ പറയുന്നു, ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ശരിയല്ലാതെ വിധിക്കുന്നവരോടാണ് കർത്താവിൻ്റെ ഈ ചോദ്യം. ശക്തരായതുകൊണ്ട് മാത്രം എളിയവരെ അവർക്കെതിരായ വിധി അന്യായമായി പുറപ്പെടുവിക്കുമ്പോൾ ഈ വചനം നമുക്ക് വഴികാട്ടിയാവുക തന്നെ വേണം. സങ്കീർത്തനം 75:7 ഇങ്ങനെ പറയുന്നു, ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. കാരണം നേരത്തെ നമ്മൾ കണ്ട പോലെ ദൈവത്തിൻ്റെ വിധികളെല്ലാം മുന്നറിവോട് കൂടിയവയും നീതിപൂർവകവുമാണ്. സങ്കീർത്തനം 94:15 ഇങ്ങനെ പറയുന്നു, വിധികൾ വീണ്ടും നീതിപൂർവകമാകും, പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പെട്ടിരുന്ന ഒരു പാവപ്പെട്ട വിധവ, അവർക്ക് 4 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി മാറി വന്നത്. ആദ്യം ഇവരെ എല്ലാവരും കുറ്റക്കാരായി കണക്കാക്കുകയുണ്ടായി. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം കേസ് പുനഃപരിശോധന നടത്തുകയും നീതിപൂർവകമായ വിധി കർത്താവിൽ നിന്ന് വരികയും ചെയ്തു എന്നാണ് ഈ സ്ത്രീ അഭിപ്രായപ്പെട്ടത്. സങ്കീർത്തനം 98:9 അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും
ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. സങ്കീർത്തനം 119:75 കർത്താവെ, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയതെന്നും ഞാൻ അറിയുന്നു. ചിലപ്പോഴെങ്കിലും ന്യായമുള്ള വിധി നമുക്ക് ലഭിച്ചില്ല എന്ന് നാം പരാതി പറയാറില്ലേ? കർത്താവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കാറില്ലേ? ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിശ്ചയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും എന്നാണ്. ദൈവത്തിൻ്റെ സമയത്ത് നീതിയുക്തമായ ഒരു വിധി ഏവർക്കും ലഭിക്കുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 12:7 ഇങ്ങനെ പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട വൈദികരടക്കമുള്ള എത്രയോ ആൾക്കാർ കുറ്റം ആരോപിക്കപ്പെട്ട് വർഷങ്ങളോളം കാത്തിരുന്ന് പലപ്പോഴും അവരുടെ മരണത്തിന് ശേഷമാകാം അവർ കുറ്റക്കാരല്ല എന്ന വിധി ദൈവത്തിൽ നിന്ന് വരുന്നത്. എത്ര വൈകിയാണെങ്കിലും വിധികൾ വീണ്ടും നീതിപൂർവകമാകും എന്ന് വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 12:37 ഇങ്ങനെ പറയുന്നു, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കുകയും ചെയ്യും. വിധിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. വിധി കർത്താവിൽ നിന്ന് വരണം. നാം ആരെയും വിധിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കണം എന്നാണ് എന്നോടും നിങ്ങളോടും ഈ വചനങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2 ഈ വിധിയെപ്പറ്റി കുറേ വാചകങ്ങൾ തന്നിട്ടുണ്ട്. 2 ഇങ്ങനെ പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. വീണ്ടും 3 ഇങ്ങനെ പറയുന്നു, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ചോദ്യമാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2 5 വീണ്ടും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ച് വയ്ക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രതിഫലം നൽകും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇതിൽ ഏറ്റവും നല്ലൊരു വചനം നമ്മളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും എല്ലാം വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:13 തന്മൂലം നമുക്ക് മേലിൽ പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവിൻ. കാരണം വിധിക്കുന്നവൻ സർവശക്തനാകട്ടെ. നമ്മുടെ വിധികൾ മാറ്റപ്പെടും. നാം മാനുഷികമായിട്ട് മാത്രം വിധിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ജോലി ദൈവത്തിന് പരമാവധി വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി മാറട്ടെ. നമ്മുടെ വിധികൾ പരമാവധി ഒഴിവാക്കി അത് ദൈവത്തെ ഏൽപ്പിക്കുക. കാരണം ദൈവത്തിൻ്റെ വിധികളെല്ലാം പരിപൂർണവും നീതിയുക്തവും മുന്നറിവോട് കൂടിയതുമാണ് എന്നതാണ് മാനുഷികമായ നമ്മുടെ വിധികളേക്കാൾ വ്യത്യാസമായി വരുന്നത്. നമുക്ക് നമ്മുടെ ചിന്തകളെല്ലാം പ്രാർത്ഥനകളായി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ വിധിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവർ നമ്മെ വിധിച്ചിട്ടുണ്ടാകാം. ദൈവത്തിന് മാത്രമേ നമ്മളെ അറിയൂ, മറ്റുള്ളവരെ അറിയൂ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ കടന്നു പോകുന്നുണ്ട്. ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വിദ്യാർത്ഥി ഒരു തലവേദനയാണെന്ന് പറയുന്നതിന് പകരം ആ വിദ്യാർത്ഥിക്ക് ഒരു തലവേദനയുണ്ട്. വിദ്യാർത്ഥി
ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നതിന് പകരം ആ വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതിയാൽ നമ്മുടെ വിധികൾ കൃത്യമായി മാറും. ഓരോ ചെറിയവരെയും നമുക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ അന്യായമായ വിധിയിൽ വിഷമിച്ചും സങ്കടപ്പെട്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനങ്ങളിലൂടെ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നീതിയും ന്യായവുമുള്ള വിധി പ്രഖ്യാപിക്കട്ടെ. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഇത്രയും സമയം അങ്ങ് വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. അങ്ങാണ് വിധി കർത്താവെന്നും ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് നീതിയുക്തവും ന്യായവുമുള്ള വിധികൾ പ്രയോഗിക്കാൻ അങ്ങേക്കേ സാധിക്കുമെന്നും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് വെളിപ്പെടുത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, മറ്റുള്ളവരെ ഇനി ഒരിക്കലും വിധിക്കാതിരിക്കാനും വിധി അങ്ങേക്ക് വിട്ടുതരാനും കർത്താവെ, അന്യായമായി ഞങ്ങളെ വിധിച്ചവരോട് ക്ഷമിക്കാനും വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങ് മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ട കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങാണ് എല്ലാവരുടെയും യജമാനെന്നും നീതിപൂർവകമായ വിധി അങ്ങ് പുറപ്പെടുവിക്കുമെന്നുമുള്ള അറിവിനാലും ജ്ഞാനത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഇനിയുള്ള വിചാരങ്ങൾ, വചനങ്ങൾ, പ്രവൃത്തികൾ, ചിന്തകൾ, പെരുമാറ്റങ്ങൾ, തീരുമാനങ്ങൾ ഈശോയെ അവിടുത്തെ തിരുഷ്ടപ്രകാരം മാത്രമാകാൻ വേണ്ട കൃപയാൽ നിറയ്ക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ